അതാണ് നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. അതിന്റെ പവർ പോയില്ലേ മോനെ, നിങ്ങൾക്കെല്ലാം അറിയാം. ഹായ്, ഇത് അച്ഛൻ സമാധിയായതാ. അച്ഛൻ സമാധിയായാലും അമ്മ സമാധിയായാലും മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം. മുസ്ലിങ്ങൾ വർഗീയവാദികള്. സ്വന്തം അച്ഛനെ ഇത്രയും കാലം ചോര വറ്റാനായ സമയത്ത് അയാളെന്തോ ലോഡിങ്ങാരനുണ്ടേനി. അപ്പൊ പോലെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി. ആ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ? സ്വന്തം അച്ഛന് ചോരയും നീരും പറ്റിയപ്പോ ബിരിയാണി ദമ്മിടുന്നാല് ദമ്മിട്ടിട്ട് സമാധി ഒലക്കന്റെ മൂട്. അച്ഛൻ സമാധി ചെയ്താലും അമ്മ സമാധി ചെയ്താലും ആർക്കാ കേട്? മുസ്ലിങ്ങൾക്ക്. എടാ ചെങ്ങന്മാരെ, തീരെ തലല്ല നിങ്ങൾക്കൊന്നും. ഇവൻ ആദ്യം മുസ്ലിങ്ങളെ പേര് പറഞ്ഞെന്തിനു വെച്ചാല് BJPന്റെ സപ്പോർട്ടും ഇന്ത്യ ഐക്യവേദിയോ അങ്ങനെ കുറച്ച് ആൾക്കാരെ സപ്പോർട്ടും കിട്ടി. 2 ദിവസം, 3-ാം ദിവസം ഓലും കയ്യോ കഴിഞ്ഞ്. ഇപ്പൊ അതൊക്കെ അവിടെ പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ഇനി എന്താകുമോ? ഇമാരി തൂറ്റകളൊക്കെ സമ്മതിക്കുന്ന വേണം. ഹിന്ദുക്കൾക്ക് വരെ നാണക്കേടാണ് ചെങ്ങന്മാര്. ഇവലെന്താ വിചാരിച്ചറിയോ? ഒരു അമ്പലം ഉണ്ടാക്കിയില്ലേ, അച്ഛനെ നമ്മളെ സമാധി പറഞ്ഞിട്ട് വല്ല ഞെണ്ടിനറ്റെ ഇറക്കി പിടിച്ച് ഇരുത്തിയമാരി അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് നല്ല കോൺക്രീറ്റ് മൂടി വെച്ച് കുറെ കുങ്കുമോ ഒലക്കന്റെ മൂടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് മുസ്ലിങ്ങളെ പിന്നാലെ കൂടുന്നു. ഉളുപ്പും മനമില്ലാത്ത ജാതികള്. നിങ്ങൾ സമാധിയോ നിങ്ങൾ എന്ത് വായക്കാക്കിയാലും ഞങ്ങൾ എന്താ? അവനാന്റെ തന്തൻ എങ്ങനെയൊക്കെ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ കൂറ്റിച്ചൂരെടുത്ത് അടിക്കേണ്ടത് എരപ്പ് ജാതികള്. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം ഈ സമാധി ചെയ്ത അച്ഛനോടും മക്കളോടും ഒരുപാട് സ്നേഹം. ഇങ്ങനത്തെ കുറെ എണ്ണം വേണം കേരളത്തില്. പുതിയ അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് സ്വന്തം അച്ഛനെ കോൺക്രീറ്റിന്റെ ഉള്ളിലിട്ട് മൂടിയ എരപ്പ് ജാതികളോടൊക്കെ എന്താ പറയാ? എല്ലാം പിന്നെ ഈ സ്വന്തം ഈ ഭാര്യന്റെ അവസ്ഥയാണിത്. ഇവര് 3 ആള് പറയുന്ന വീഡിയോ നിങ്ങൾ 5-8 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കഴിവുകെട്ട ജീവികളാണ്. സ്വന്തം അച്ഛനെ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിട്ട് എരപ്പ് ജാതികള്. ഇത്രയും കാലം ആള് തീറ്റി പോറ്റില്ല കൈമരങ്ങളെ. സമാധി എന്ത് സമാധി?